ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരാൾക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം തീർന്നിട്ടില്ല എന്നാണ്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം തീർന്നിട്ടില്ല. ആ മക്കൾ ഉപകരിക്കണമെങ്കിൽ ഉഖ്റവിയായും ദുനിയവിയുമായും ആ മകൻ്റെ അടുത്തുനിന്ന് മകളുടെ അടുത്തുനിന്ന് ഉപകാരം സിദ്ധിക്കണമെങ്കിൽ മാതാപിതാക്കൾ ചില വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്നതാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഷയങ്ങൾ പറയുന്നുണ്ട് മാതാപിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നാമത്തെ വിഷയം അവർക്ക് കൊടുക്കേണ്ട അദബിനെ സംബന്ധിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്ദിബ്ഹു, നിങ്ങൾ അവരെ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വാപ്പ മകന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വാപ്പ മകന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? അവന് iPhone 13 Pro Max മേടിച്ചു കൊടുക്കലാണോ? അല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിൻ്റെ മുന്നിലാണ് പറയുന്നത്, സ്വഹാബാ, ഒരു പിതാവ് മകന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ഒന്നാമത്തെ ഏറ്റവും നല്ല സമ്മാനം ഏതാണെന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആ പൊന്നുമോനിക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഒരുപാട് ഹദീസുകളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. മകളിന് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു മാതാവും പിതാവും ചെയ്തു കൊടുക്കേണ്ട, പ്രത്യേകിച്ച് വാപ്പ മകന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ്. നമ്മുടെ നാടുകളിൽ നിന്ന് വലിയ പ്രതിസന്ധി പ്രയാസങ്ങളുണ്ട്. മാതാപിതാക്കൾക്ക് വലിയ പരാതിയുണ്ട്, ഉസ്താദേ, മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല, മക്കൾ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. വാപ്പ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, വിദേശത്ത് പോയി കഷ്ടപ്പെട്ടതാണ്, മകന് വേണ്ടതെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മകന് അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വാപ്പ മറന്നുപോയതിൻ്റെ ഫലമായി ആ വാപ്പാനെ വേണ്ട എന്ന് പറയുന്ന, ആ വാപ്പാനെ തള്ളിപ്പറയുന്ന ഒരു കാലമെത്തുമ്പോൾ വാപ്പാൻ്റെ പോക്കറ്റിൽ പൈസ നഷ്ടമാകുന്ന സമയം വരുമ്പോൾ വാപ്പാക്ക് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത തരത്തിൽ നമ്മുടെ മക്കളുടെ മനസ്സ് മാറുന്നത് ആ മക്കൾക്ക് അദബ് പഠിപ്പിക്കാത്തതിൻ്റെ പേരിലാണ്. അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടാണിത് പറയുന്നത്. സ്വഹാബ, ഒരു പിതാവ് മകന് ചെയ്തു കൊടുക്കേണ്ടത്, മകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തത്, അവന് കൊടുക്കുന്ന ഭക്ഷണം ഹലാലും തുയ്യിബുമാകണമെന്നതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലും തുയ്യിബുമാണോ, ആ മക്കള് ഒരിക്കലും മോശമായി പോകൂല എന്നാണ്. ഈ മക്കളൊക്കെ നന്നാകാൻ കാരണം വാപ്പാരും ഉമ്മാരുടെയും ആ ഒരു വിഷയത്തിലുള്ള കാർക്കശ്യ ബുദ്ധിയാണ്. അങ്ങനത്തെ വീട്ടിൽ നിന്നുണ്ടാകുന്ന മക്കൾ നല്ല ഭക്ഷണം കഴിച്ച് വളരുന്ന മക്കളാണോ, ഒരു പേടിയും പേടിക്കേണ്ട. അവർക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കേണ്ട രണ്ടാമത്തെ കർത്തവ്യമായിട്ടുണ്ട്. ഒരേ ഒരു കാര്യം കൂടി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായി പറഞ്ഞത്, ഒന്നാമത്തത് അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ 7 വയസ്സിൻ്റെ മുമ്പ്, ഒരു 10 വയസ്സിൻ്റെ മുമ്പേ ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കൃത്യമായ ആദാബുകൾ അവന് പഠിപ്പിച്ചു കൊടുക്കണം. ആ സമയത്തിലുടനീളം അവന് കൊടുക്കുന്ന ഫുഡ് അത് ഹലാലും ത്വയ്യിബുമാകണം. ഹലാല് മാത്രം പോരാ, ത്വയ്യിബുമായ ഭക്ഷണമാകണം. മൂന്നാമത്തത്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മക്കൾക്ക് വേണ്ടി ഖാസ്വായ പ്രാർത്ഥനകൾ നടത്തണമെന്നാണ്. പ്രത്യേക പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി നടത്തണമെന്നതാണ് മൂന്നാമത്തത്. ഇത് മൂന്നും ഒരുമിച്ച് കൂടിയാൽ ആ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് മഹാന്മാർ നമ്മൾ ഉണർത്തുകയാണ്. ഈ 3 കാര്യവും ഒരു വാപ്പയും ഉമ്മയും ചെയ്യുന്നുണ്ടോ, ആ മക്കളിൽ അല്ലാഹു നല്ല ഉഖ്റവിയായ ആലിമീങ്ങളെ നിങ്ങൾക്ക് തരുമെന്ന് പണ്ഡിതന്മാർ നമ്മളോട് ഉണർത്തുകയാണ്. ഈ 3 വിഷയവും, അതിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നത് ഒരു സംശയമാണ്. നമ്മുടെ മക്കളുടെ ഭാഗത്ത് ഒരു തിന്മ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്മ കാണുമ്പോൾ, അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്ത് എന്ത് കണ്ടാലും ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. എൻ്റെ മകന് ഇവിടെ നല്ല മനോഹരമായ ഒരു പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടു. യാ അല്ലാഹ്, ഇതൊരു മകൻ്റെ വളരെ സുന്ദരമായ പാരായണം.
അപ്പോൾ മാതാപിതാക്കൾക്ക് ഭൂമി ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു മൊമെൻ്റാണ്, ഒരു നിമിഷമാണ് ഇത്രയും നല്ല പ്രൗഢമായ ഒരു സദസ്സിൽ വളരെ മനോഹരമായി വിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റുന്നത് അല്ലേ? ആ മാതാപിതാക്കൾ വീട്ടിൽ ചെന്നിട്ട് ഒരു 2 റക്അത്ത് ശുക്രിൻ്റെ നമസ്കാരം, ഒരു ശുക്രിൻ്റെ സുജൂദ് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഈ മകനിൽ നിന്ന് ഉന്നതമായ ഉഖ്റവിയും ദുന്യവിയുമായിട്ടുള്ള എല്ലാ ഖൈറിനെയും അള്ളാഹു എത്തിച്ചു കൊടുക്കുമെന്നാണ്. ഇങ്ങനത്തെ ചില മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ഏറ്റവും ഉന്നതിയിലെത്തും. മകൻ്റെ ഭാഗത്ത്, മകളുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ അപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് എന്ന് ഉലമാക്കൾ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു അറാബി ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ കുരുത്തം കെട്ട 2 മക്കളുണ്ട് വീട്ടില് എന്നൊരു വാക്കാണ് പറയുന്നത്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ 2 മക്കളെയും അടിക്കാറുണ്ട്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, മക്കൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്, എത്ര പ്രായമായിട്ടുണ്ട്? അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ 2 മക്കൾക്കും പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, 15 വയസ്സ് പിന്നിട്ടിട്ടുണ്ട്. മുത്തുനബിയേ, ആ മക്കൾ അടിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ, എന്നിട്ടും മക്കൾ നന്നാകുന്നില്ല നബിയേ, എത്ര അടിച്ചിട്ടും മക്കൾ നന്നാകുന്നില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മോനെ, അടിച്ചത് കൊണ്ട് മക്കൾ നന്നാകുമെന്ന് ആരാ പറഞ്ഞത്? ഹബീബായ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, മോനെ, നിന്റെ മക്കളുടെ ഭാഗത്തൊരു തെറ്റ് കാണുമ്പോൾ നീ അള്ളാഹുവിനോട് ഒരു വട്ടമെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവേ, എൻ്റെ മകന് നീ പുറത്തു കൊടുക്കണേ എന്ന് ഒരു വട്ടമെങ്കിലും നീ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല നബിയേ, ആ ദേശത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാറില്ല, ആ ദേശത്തിൽ അങ്ങനത്തതൊന്നും എനിക്ക് വരാറില്ല. ഞാൻ അങ്ങോട്ട് അടിച്ച് പമ്പ കടത്തും, എന്നിട്ട് മക്കൾ 2 കരഞ്ഞിട്ട് പോയി ഉറങ്ങും, ഞാനും എൻ്റെ ഭാര്യയും റൂമിൽ പോയി കിടന്നുറങ്ങും. ഇതാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ. ഒരു വട്ടം പോലും തെറ്റ് കാണുമ്പോൾ ഞാൻ അള്ളാഹിനോട് ദുആയിരുന്നിട്ടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മക്കളുടെ ഭാഗത്ത് നന്മ കണ്ടാൽ, നിനക്ക് കണ്ണിന് കുളിർമയുള്ളത് കണ്ടാൽ നീ ശുക്ർ ചെയ്യുകയും തെറ്റ് കണ്ടാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുമാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളുടെ ഭാഗത്തൊരു തെറ്റ് കണ്ടാൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് അടിച്ച് ദേഷ്യം പിടിച്ച് ഒരുപാട് തെറി പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതിൻ്റെ പകരം നമ്മൾ ആദ്യം ചെയ്യേണ്ട കർത്തവ്യം അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞൊക്കെ അള്ളാഹു പുറത്തേരട്ടെ എന്ന് ആ മകൻ കേൾക്കെ ദുആ ചെയ്യുകയാണെങ്കിൽ അതാണ് ഖൈർ. മോനെ, അള്ളാഹു നിനക്ക് പുറത്തേരട്ടെ എന്ന് ഒരു വാക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് അള്ളാഹുവിനെയാണ് കൂട്ടുപിടിക്കുന്നത് എന്നതിൻ്റെ ശേഷമുള്ള ഉപദേശത്തിന് അതിന് അസറുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉപദേശം നടത്തുന്നതിൻ്റെ മുമ്പ് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്, ഒരു തെറ്റ് കണ്ടാൽ വടിയെടുത്തടിക്കും, അല്ലെങ്കിൽ 4 തെറി പറയും, അല്ലെങ്കിൽ മൂത്താപ്പാടോട് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും എളാപ്പനോട് പറയും, നാട്ടുകാരോട് പറയാൻ പറ്റുന്നവരോടൊക്കെ എൻ്റെ മോൻ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി, എന്നിട്ട് 4 ഡയലോഗ് അടിച്ച് മോനോടും ദേഷ്യം പിടിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. അതിലപ്പുറം ഒരു തെറ്റ് കണ്ടാൽ അള്ളാഹുവേ, എൻ്റെ മോന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, എൻ്റെ മകൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ്. എന്നിട്ട് അവരോട് പറയണം, മോനെ, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, അള്ളാഹു മോളെ നിനക്ക് പുറത്തു തരട്ടെ. ഒരൊറ്റ വാക്ക് മതി മക്കൾ നന്നാകാനെന്ന് മഹാന്മാരെ നമ്മൾ ഉണർത്തുകയാണ്. ആരും ഇതൊന്നും ചെയ്യാറില്ല. ദേഷ്യം പിടിച്ച് 4 ഡയലോഗ് അടിക്കൂ എന്നതിലപ്പുറം ഇങ്ങനത്തെ വാക്കുകൾ അള്ളാഹുവിനോട് പറയാറില്ല. ഇമാം നാസിറുദ്ദീൻ അൽ ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ തഫ്സീറുണ്ട്. ആ തഫ്സീർ ഓതുമ്പോൾ ഞങ്ങളുടെ ഉസ്താദ് ഒരിക്കൽ ഈ വിഷയം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ബിസ്മി ചൊല്ലാത്ത സംഭവത്തിന് ബറക്കത്ത് നഷ്ടപ്പെടുന്നത് എന്ന്. ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾക്കൊന്നും അത് വാല് മുറിഞ്ഞു പോയ പോലെയാണ്, അതിന് ബറക്കത്ത് ഉണ്ടാകൂല. അത് അള്ളാഹുവിനെ ചേർത്ത് വെക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ നാമം റബ്ബ് എന്ന് പറയുന്ന സിർട്ടാവിനെ ഏതൊരു വിഷയത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. ഉപദേശം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ആ നല്ല കാര്യം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വടിയല്ല, ആദ്യം ഗളബല്ല. അൽ ഗളബു, ദേഷ്യം എന്ന് പറയുന്നത് അത് ശൈത്താനിൽ നിന്നുള്ളതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ നമ്മൾ അഡ്വൈസ് ചെയ്യാണ്, ഉപദേശിക്കുകയാണ്. ഉപദേശം ഏറ്റവും പവിത്രമായ ഒരു കാര്യമാണ്. ആ പവിത്രമായ കാര്യം തുടങ്ങുന്നത്
മിനശ്ശൈത്വാൻ, ശൈത്താനിൽ നിന്നുള്ള ദേഷ്യമായിട്ടാണെങ്കിൽ അതിന് ഫലം ഉണ്ടാകില്ല എന്നാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനെ ചേർത്ത് വെക്കലാണ്. അള്ളാഹുവെ, എൻ്റെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. എന്നിട്ട് മക്കളോട്, മോനെ അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, ഈ ഒരൊറ്റ വാക്കുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഓരോ അഡ്വൈസുകളും അള്ളാഹു അതിന് അസറുണ്ടാക്കും, ഉപകാരമുണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മൾ ഉണർത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് പറഞ്ഞ ഒരു ഹദീസിനെ ഫുട് നോട്ട് ചെയ്തുകൊണ്ടാണ്, വ്യാഖ്യാനിച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദ്ദൻ ലീ ബിസ്സിന, സിന ചെയ്യാൻ എനിക്ക് നിങ്ങൾ പെർമിഷൻ തരണം നബിയേ എന്ന്. ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ നോമ്പെടുത്തോളാം, ഞാൻ സക്കാത്ത് കൊടുത്തോളാം, എല്ലാം ചെയ്തോളാം. പക്ഷെ ജാഹിലിയത്തിൻ്റെ ഈ ഒരു സ്വഭാവം മുത്തുനബി അങ്ങ് ഷായിറല്ലേ, ഷാരിയാണ് നബി തങ്ങൾ ഷറ ഉണ്ടാക്കുന്നത് അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു അളവ് വേണമെങ്കിൽ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് മുത്തുനബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇദ്ദല്ലി ബിസ്സിനാ യാ ഹബീബല്ലാഹ്, വ്യഭിചാരത്തിന് സമ്മതം തരണം നബിയേ, വ്യഭിചരിക്കാനുള്ള സമ്മതം തരണം നബിയേ. അള്ളാഹുവിൻ്റെ പ്രവാചകര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്. ആദ്യം നബി തങ്ങൾ ചെയ്തതെന്താണ്? ദേശത്തോടെയുള്ള വാക്കല്ലോ, ഇറങ്ങിപ്പോടാ എന്നുള്ള വാക്കുകളല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് ഒന്നാമതായി ചെയ്തതെന്താണ്? ആ മകൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ തുഹിർ ഖൽബ, മോനെ നിന്റെ ഖൽബിനെ അല്ലാഹു ശുദ്ധീകരിച്ച് തരട്ടെയോ മോനെ. അല്ലാഹുമ്മ ഗ്ഫിർ ദംബ, നിന്റെ ദംബുകളെ, നിന്റെ പാപങ്ങളെ അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഈ രണ്ട് ദുആയാണ് ആദ്യം റസൂലുള്ള ചെയ്തത്. റസൂലുള്ളാന്റെ മുന്നിൽ വന്ന്, ലോക്കൽ പേഴ്സൺ അല്ല, അള്ളാന്റെ ഹബീബിനോട് വന്ന് ചോദിച്ചത് വളരെ മോശപ്പെട്ട ഒരു സംഗതി, വ്യഭിചാരം ചെയ്യട്ടെയോ നബിയേ. ഇദല്ലി ബിസ്സിന യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ഇറങ്ങിപ്പോടാന്നല്ല പറഞ്ഞു. വല്ലാത്തൊരു ചോദ്യമായി പോയല്ലോ, എന്താടാ നീ എന്നല്ല പറഞ്ഞത്. നബി തങ്ങൾ ആ മനുഷ്യന്റെ നെഞ്ചത്ത് തടവിയിട്ട് രണ്ട് പ്രാർത്ഥന ദുആ ചെയ്തു കൊടുത്തു എന്നാണ്. നിന്റെ ഖൽബ് അല്ലാഹു ശുദ്ധീകരിക്കട്ടെ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ എന്ന്. ഈ സംഭവത്തെ ആധാരമാക്കിയാണ് ഉലമാക്കൾ പറയുന്നത്, ഒരു അഡ്വൈസ്, ഒരു ഉപദേശത്തിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള ദുആയാണ്. നമ്മൾ ആരും അത് ചെയ്യാറില്ല. ഉസ്താദ് എത്ര പറഞ്ഞിട്ട് എൻ്റെ മോൻ നന്നാകുന്നില്ല, എൻ്റെ മോൾ എന്ത് പറഞ്ഞിട്ടും നന്നാകുന്നില്ല. ഈ വാപ്പ ഇമ്മ ആലോചിക്കേണ്ടത്, ഒരു വട്ടമെങ്കിലും ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ചേർത്ത് വെച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ കൂട്ടുപിടിച്ചാൽ നമ്മൾ അഡ്വൈസുകൾക്ക് ഉപകാരം ഉണ്ടാകുമെന്നാണ്. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. മക്കൾ സ്വാലിഹീങ്ങളാകാൻ 3 കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ തഫ്സീറിൽ കാണാം. പരിശുദ്ധമാക്കപ്പെട്ട ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ട് തഫ്സീറുൽ കബീർ. ഇവിടുത്തെ കുട്ടികൾ മുതല്ലിമീങ്ങളൊക്കെ പാരായണം ചെയ്യുന്നുണ്ടാകും. ആ കിതാബിൽ ഇമാമുന റാസി തങ്ങൾ പറയുന്ന വളരെ മനോഹരമായൊരു വർത്തമാനമുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വിഷയമായിട്ട് ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു മനോഹരമായ വർത്തമാനമുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ നടത്തിയൊരു യാത്രയുണ്ട്. 3 തവണ എന്നെ ചോദ്യം ചെയ്യില്ല എങ്കിൽ കൂടെ വരാ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിരിയേണ്ടി വരുമെന്ന് പറഞ്ഞ് യാത്ര പോവുകയാണ് മൂസ നബി അലൈഹിസ്സലാമും മഹാനായ ഖളർ അലൈഹിസ്സലാം. ഈ 2 മഹാന്മാരും നടക്കുന്നു. ആ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഒരിറ്റ് വെള്ളം പോലും തരാത്തൊരു നാട്ടിലെത്തിയ സമയം. ഒരിറ്റ് വെള്ളം പോലും തരാത്തൊരു നാട്ടിലെത്തി. ആ സമയത്താണ് ആ പരിസര പ്രദേശത്തൊരു മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. ആ പൊളിഞ്ഞുപോയ മതിൽ മഹാനായ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം നന്നാക്കി കൊടുക്കുകയാണ്.
ഒരിറ്റ് വെള്ളം ദാഹിച്ചു വലഞ്ഞ് അല്ലേ, അതിനിടയ്ക്ക് കപ്പൽ ഓട്ടാക്കിയ ഒരു സംഭവമുണ്ട്. കപ്പൽ ഇറങ്ങിയിട്ട് അവർ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നാട്ടുകാരും ഇവർക്ക് ഒരിറ്റ് വെള്ളം പോലും കൊടുത്തില്ല. അങ്ങനത്തെ ഒരു നാടാണ്. ആ നാട്ടിലെത്തി ഒരു മതിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മതിൽ പൊളിയാനായിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമും ഖളർ അലൈഹിസ്സലാമുമാണ് യാത്ര പോകുന്നത്. ഖളർ അലൈഹിസ്സലാം എന്ത് ചെയ്തു? ആ മതിലാട് കെട്ടിക്കൊടുത്തു, നന്നാക്കി ഭംഗിയിൽ അത് കെട്ടിക്കൊടുത്തു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഒരിറ്റ് വെള്ളം തരാത്ത ഈ നാട്ടിൽ എന്തിനാണങ്ങ് മതിൽ കെട്ടിക്കൊടുക്കുന്നത്? ഒരിറ്റ് വെള്ളം തരാത്ത നാടല്ലേ, എന്തിനാണ് ഈ മതിൽ കെട്ടിക്കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു ഖളർ അലൈഹിസ്സലാം. فأما الغلام فكان لغلامين يتيمين. മഹാനായ ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം ഫകാന ലിഗുലാമൈൻ യതീമൈൻ, രണ്ട് യതീം കുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് പറയാൻ. രണ്ട് യതീം കുട്ടികൾ, അവരുടെ വാപ്പ അവർക്ക് രണ്ടും യതീമീങ്ങളാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സമ്പത്ത്, ഒരു നിധി ആ മതിലിൻ്റെ താഴെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ മതിൽ പൊളിഞ്ഞു പോയാൽ നാട്ടുകാർ മോശപ്പെട്ട നാട്ടുകാരാണ്, ആ നിധി പുറത്തു ചാടുമ്പോൾ നാട്ടുകാരെടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഈ യതീം കുട്ടികളുടെ ഉപ്പ സംരക്ഷിച്ച മുതല് ആ നിധിയെ ഞാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവകാശികളായ യതീമീങ്ങൾക്ക് തന്നെ ഈ നിധി കിട്ടാൻ വേണ്ടിയാണ്. ചെറിയ കുട്ടികളാണ് യതീം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണ്. അപ്പോൾ ആ മക്കൾക്ക് അവരുടെ ഉപ്പ സ്ഥാപിച്ചു വെച്ച ആ നിധി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞാൻ ആ മതിൽ കെട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞ് ആ മുതലിനെ സംരക്ഷിച്ച ഒരു സംഭവമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലാണത്. മഹാനായ ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പരിശുദ്ധമായ വാക്കിനെ ഉദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഈ ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് വകാന അബൂഹുമാ സ്വാലിഹാ, പരിശുദ്ധ ഖുർആൻ പറയാണ് എന്തിനാണ് ഈ മുതലിനെ സംരക്ഷിച്ചത്. വകാന അബൂഹുമാ സ്വാലിഹാ, യാതൊരു സെന്റിമെന്റ്സും വേറെയില്ല. ഈ രണ്ട് യതീമീങ്ങളും ഖളർ അലൈഹിസ്സലാമിൻ്റെ കുടുംബക്കാരല്ല, ഒരു കുടുംബ ബന്ധവുമില്ല, ഒരു ബന്ധവും ഇല്ല. ഏതോ ഒരു നാട്, അത് എന്താ പറയുക, ഒരിറ്റ് വെള്ളം കൊടുക്കാത്ത ഒരു നാട്. ആ നാട്ടിലെ രണ്ട് യതീം കുട്ടികളുടെ മുതലിനെ സംരക്ഷിക്കാൻ മതിൽ കെട്ടിക്കൊടുക്കുകയാണ് ആര്? മഹാനായ ഖളർ അലൈഹിസ്സലാം. എന്താണ് റീസൺ? വകാന അബൂഹുമാ സ്വാലിഹാ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഇമാം റാസി തങ്ങൾ പറയുന്നത് ജദ്ദുഹും അസ്സാബിർ, അവരുടെ ഉപ്പ അങ്ങനെ പോയാൽ ഏഴാമത്തെ ഉപ്പയുണ്ടല്ലോ, ആ പിതാവ് ഒരു സ്വാലിഹായ മനുഷ്യനാണ്. വാപ്പ സ്വാലിഹാണോ, കുടുംബത്തിൽ അല്ലാഹു ഖിന ദായിമാക്കി കൊടുക്കുമെന്ന് മഹാന്മാര് നമ്മളോട് ഉണർത്തുകയാണ്. നമ്മൾ എത്രത്തോളം അല്ലാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ തലമുറകളിൽ അല്ലാഹു ഐശ്വര്യം കൊടുക്കുക. ഈ യതീം കുട്ടികളുടെ വാപ്പ അങ്ങനെ പോയാൽ ഏഴാമത്തെ വാപ്പ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അള്ളാഹു നല്ല സമ്പത്തും നന്മയും തന്നിട്ടുണ്ടെങ്കിൽ ആലോചിക്കത് വാപ്പ നല്ല മനുഷ്യനായതുകൊണ്ട് കിട്ടിയതാണ്, അല്ല നമ്മളെ പവർ കൊണ്ട് കിട്ടിയല്ല. അല്ലെങ്കിൽ വാപ്പൻ്റെ വാപ്പ അള്ളാനെ പേടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയതാണ്. വകാന അബൂഹുമാ സ്വാലിഹാ, ഏഴാമത്തെ വാപ്പ എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വിശദീകരണം കൊടുക്കുന്നത്. യാ അല്ലാഹ്, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ പേടിയുള്ള ആളുകളുണ്ടോ നമ്മുടെ തലമുറ സേഫാകുമെന്നാണ്. നമ്മൾ അള്ളാഹുവിനെ മറന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ദ്യതയുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം എടുത്തു കളയും. നമ്മുടെ ചിന്ത നേരെ തിരിച്ചിട്ടാണ്. എങ്ങനെങ്കിലും എൻ്റെ മോനെ എങ്ങനെങ്കിലും മറ്റു ഭൗതികമായ ബിരുദങ്ങൾ എങ്ങനെങ്കിലും പാസ്സാക്കി എടുക്കണം, അവൻ MBA പഠിപ്പിക്കണം, അതൊക്കെ നല്ല തന്നെയാണ്. ദീന് മദ്രസയിൽ പോയാൽ അല്ലെങ്കിൽ ഹിഫ്ളുൽ ഖുർആനിൽ പോയാൽ ഓനിങ്ങനെ വന്ന് നടക്കേണ്ടി വരും. ദീൻ പഠിച്ചാൽ എന്ത് ഇസ്സത്താണ് അവനുള്ളത് എന്നാ ചിന്തിക്കുന്നത്. ദുനിയവിയും മുഖ്റവിയുമായ എല്ലാ ദീനയുടെയും അതിൻ്റെയും ഒക്കെ റീസൺ ഇതാണ്. അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള നമ്മുടെ മഹബത്തും നമ്മുടെ മക്കളെ നമ്മൾ ഇൽമു പഠിപ്പിക്കുക എന്ന് പറയുന്ന പ്രവർത്തനമുണ്ടോ, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്.
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിൻ്റെ വിരാമത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മൂന്ന് വിഷയങ്ങളാണ് അവന് ബാക്കിയാകുന്നത്. ഒരു മനുഷ്യൻ്റെ ഭൗതിക ലോകത്തെ വിരാമം കുറിച്ച് അവൻ അള്ളാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ 3 വിഷയങ്ങളാണ് അവന് ബാക്കിയാകുന്നത്. അതിൽ ഒരു കാര്യം ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അള്ളാഹുവിനെ പേടിയുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യുന്ന മക്കളെന്നാണ്. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. ഈ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതുകൊണ്ട് ലാഭമല്ലാതെ എന്ത് നഷ്ടമാണ് വാപ്പാക്കും ഉമ്മാക്കുള്ളത്? യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചോ, ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയില്ല. പല തെറ്റിദ്ധാരണ, എൻ്റെ മോനെ ദീൻ പഠിപ്പിച്ചാൽ ഞാനൊരു 50-55 60 ആകുമ്പോഴേക്ക് പിന്നെ മരണം വരെ ഞാൻ ജോലി ചെയ്യേണ്ടി വരും. ഓനെ ഒരു 10,000 ശമ്പളത്തിന് ജോലി ചെയ്യല്ലേ ഉണ്ടാവുക, അല്ലാതെ എന്ത് കിട്ടാനാണ് ദീൻ പഠിച്ചാൽ എന്നൊക്കെയാണ് വാപ്പൻ്റെയും ഉമ്മൻ്റെയും വിചാരം. അവൻ എങ്ങനെയെങ്കിലും ഭൗതികം മാത്രം പഠിപ്പിക്കട്ടെ, എന്നാൽ 55 കഴിഞ്ഞാൽ ഇനി ഞാൻ സേഫ് ആവുമല്ലോ, എൻ്റെ മകൻ എനിക്ക് കൊണ്ടുത്തരുമല്ലോ. എന്തൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. നമ്മുടെ മക്കളെ നമുക്ക് ഉപകാരപ്പെടുത്തേണ്ടവൻ റബ്ബാണ്. ആ റബ്ബ് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും വേണോ, ഉന്നതമായ ഖൈർ വേണോ, അള്ളാഹു പോലും ചെയ്തു കൊടുക്കുന്നത് യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അവർ ആലിമീങ്ങളാക്കും എന്നതാണ്. അല്ലാഹുവാണ് മക്കളെ ഉപകാരപ്പെടുത്തുന്നവൻ, അല്ലാഹുവാണ് സമ്പത്ത് തരുന്നവൻ, അല്ലാഹുവാണ് സമാധാനം തരുന്നവൻ. അല്ലാഹുവിൻ്റെ ദീന് പഠിച്ച മക്കളിൽ നിന്ന് വാപ്പാക്കും മാക്കും സമാധാനമല്ലാതെ എന്താണ് ഫിദ്ദുനിയ, ദുനിയാവിൽ. ഇനി ആഖിറത്തിലാണോ ഈ മക്കൾ വാപ്പാക്കും മാക്കും ദുആ ചെയ്യൂലേ? അടുത്ത് വാട്സാപ്പിലൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്. ഏതോ ഒരു മകൻ എൻജിനീയറാണ്, UK-യിലാണ് മകൻ. UK-യിൽ നിന്ന് അവൻ്റെ പപ്പയും മമ്മയും മരണപ്പെട്ടപ്പോൾ മുസ്ലിമീങ്ങളാണ്. ഉമ്മായും ഉപ്പായും മരണപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, ലീവ് കിട്ടിയില്ല, എന്തോ കാര്യം പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല. ഇവരുടെ ഫ്യൂണറൽ ചടങ്ങുകൾ, അവരുടെ മരണാനന്തര അങ്ങനത്തെ ചടങ്ങുകളൊക്കെ അത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് മകൻ അയച്ചു കൊടുക്കാൻ വേണ്ടി ആ മക്കൾ നാട്ടുകാരോട് പറഞ്ഞു എന്ന് ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വാട്സപ്പിൽ കുറിപ്പ് എഴുതി കിട്ടിയിരുന്നു. ആ കുടുംബത്തിൽപ്പെട്ട് കുറച്ച് അള്ളാനെ പേടിയുള്ള ഒരാൾ എഴുതി വിട്ടതാണ്, എൻ്റെ ഫാമിലിയിൽ ഒരാണും പെണ്ണും മരണപ്പെട്ടു. ആ ഒരു ഉപ്പായോ ഉമ്മായോ മരണപ്പെട്ടപ്പോൾ അവരുടെ മകൻ അങ്ങ് UK-യിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വാക്കിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ വേദനിച്ച സംഭവമാണ്. മാമ, എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല, എനിക്ക് ലീവില്ല, ഞാനും എൻ്റെ വൈഫും ഇവിടെ ഇങ്ങനെയുള്ള ഒരു ജോലി തിരക്കിലാണ്, അതുകൊണ്ട് അവരുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്കിവിടെ നിന്ന് കാണാലോ, ഒന്ന് വാട്സപ്പ് ചെയ്ത് തരണമെന്ന്. അള്ളാഹുവിൻ്റെ ദീനിന് എതിര് നിന്നോ ആ മക്കൾ ഇന്ന് ഉപകാരം ഉണ്ടാകൂല. ഉപകരിച്ച് തരേണ്ടവൻ റബ്ബാണ്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എൻ്റെ മകനെ, എൻ്റെ മകളെ എനിക്കുപകാരപ്പെടുത്തേണ്ടവൻ എൻ്റെ റബ്ബാണ്. ആ റബ്ബ് എന്തു പറഞ്ഞു? ആ മുത്തുനബി എന്തു പറഞ്ഞു? അതല്ലേ ഞാൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ദുനിയാവും ആഖിറവും പോയ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു ഇസ്സത്തിന് കുറവുണ്ടോ മുഅ്മിനീങ്ങളെ? അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഇവിടെ ആലിമീങ്ങളായ ഹാഫിലീങ്ങളായി വളർന്നു വരുന്ന ഈ മക്കൾക്കൊക്കെയും അള്ളാഹു ഖൈറും ബറക്കത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ സംബന്ധിച്ചുകൊണ്ട് വളരെ വാചാലമായി സംസാരിക്കാറുണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കൾ അള്ളാഹു കൊടുത്തതിൽ 6 മക്കളെയും അള്ളാഹു നബി തങ്ങളെ ജീവിതകാലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളുടെ വിരഹത്തെ സംബന്ധിച്ചുകൊണ്ട് വേദനയോടെ മുത്തുനബി തങ്ങൾ പറയാറുണ്ട്. ഏതെങ്കിലും ഒരു കൊച്ചുമോനെ കാണുമ്പോൾ, പൊന്നുമോനെ കാണുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ദീനിൽ ആലിമാകാനും അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാനും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു മക്കളെ കാണുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ മുആദേ
നിങ്ങളോട് എനിക്കിഷ്ടമാണ്. എന്നിട്ട് മുആദ് തങ്ങളോട് പറയാണ്, മുആദേ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെടാ. ചേർത്ത് പറഞ്ഞ വാക്കുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മുആദ് അല്ലാഹുവിൻ്റെ ദീന് നീ പഠിക്കണേ, തബ്ലീഗ് ചെയ്യണേ, അതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ. അതിനോളം നല്ല പണി വേറെയില്ല, അതിനോളം അല്ലാഹുവിന് പൊരുത്തമുള്ള വേറൊരു കാര്യമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോളം മഹത്വമുള്ള വേറൊരു കാര്യമില്ല എന്നാണ്. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മക്കൾക്ക് ഒരുക്കി വെച്ച ഈ സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം കൊടുത്തവർ, ഇതിനെ സഹായിച്ചവർ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, ഉസ്താദേ എൻ്റെ മകനെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് 2 ആൺകുട്ടികളുണ്ട്, 2 ആൺകുട്ടിനെ പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള പരാതി ഉള്ളവരുണ്ടാകും. 2 ആൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ 144 മക്കളെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അങ്ങനെയുള്ള സഹായം ആവശ്യമായി വരുമ്പോൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. ഇത് നഷ്ടക്കച്ചവടമല്ല. നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ സഹായം കൊണ്ട് ഒരു മുതഅല്ലിം അല്ലാഹുവിൻ്റെ ദീൻ പഠിച്ചോ, നമുക്ക് നാളെ ആഖിറത്തിൽ നമ്മുടെ മകനെ പോലെ അവരുടെ ശഫാഅത്ത്, ആലിമിൻ്റെ ശഫാഅത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റുമെന്നാണ് മഹാന്മാർ നമ്മൾ ഉണർത്തുന്നത്. ഒരു വലിയ മഹത്തായ അവസരവും തൗഫീഖുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണ്ണിൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ധൈര്യമായിട്ട് ഇതിൻ്റെ കൂടെ നിന്നോ, മക്കളെ വളരെ ഹാപ്പിയായി നല്ല രൂപത്തിൽ ഈ സംവിധാനത്തോട് ചേർത്ത് വെച്ചോ. ഒരു നിലക്കും നിങ്ങൾക്ക് ദുനിയാവും ആഖിറും നഷ്ടമായി പോകൂല എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായി നമ്മളോട് പറഞ്ഞ വിഷയങ്ങളാണ് അതൊക്കെയും. നമ്മുടെ മക്കളിലൊക്കെ അല്ലാഹുവേ പടച്ചവനേ നീ കൺകുളിർമ നൽകണേ അല്ലാ. 21 വയസ്സുവരെ മക്കളെ പോറ്റേണ്ട രൂപരേഖ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ 7 വർഷമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കുകളെ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറഞ്ഞു തരുന്നത്. 7 വയസ്സുവരെ മക്കളോട് എങ്ങനെ പെരുമാറണോ? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു 2 മണിക്കൂറെങ്കിലും പറയുന്ന ഒരു വിഷയത്തിൻ്റെ ആമുഖമാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് ഓടിച്ചു വിടുന്നത് അല്ലേ? അവർ 2 മണിക്കൂറും കൺകുളിർമയുള്ള മക്കൾ എന്നൊരു വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് ഇപ്പോൾ അത്ര സമയം നമുക്കുള്ളൂ. ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് ഉസ്താദ് പറഞ്ഞത്. ബാങ്ക് കൊടുക്കുന്ന ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും നമുക്ക് നിർത്തണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പ്രഗൽഭരായ ആലിമീൻ നേതൃത്വം പറഞ്ഞാൽ, ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ, എനിക്കൊക്കെ ഒരു 10, 12, 13 വയസ്സുള്ളപ്പോൾ സമസ്തയുടെ ഏതോ ഒരു കോൺഫറൻസിന് മുതൽ ഉസ്താദിനെയൊക്കെ പരിചയപ്പെട്ടതാണ്. അവരുടെയൊക്കെ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ അതൊക്കെ കേൾക്കാറുള്ളതാണ്. അവരുടെയൊക്കെ നേതൃത്വം ഒക്കെ ഈ മക്കൾക്ക് കിട്ടുക എന്ന് പറയുന്നതും വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു പ്രിയപ്പെട്ട CH ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കൂട്ടുകാരൻ, പ്രിയപ്പെട്ട ഫൈസൽ സാഹിബൊക്കെ ഇവിടെ സദസ്സിൽ കാണുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെ ഇവിടെ വന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനമായി ഒരു കാര്യം കൂടി, 7 വർഷക്കാലം നമ്മൾ എന്തിനെ മക്കളോട് പെരുമാറണം? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്, ലാ അഇബുഹു സബ്അൻ. 7 വയസ്സുവരെ മക്കളോട് കളിച്ചു പെരുമാറണമെന്നാണ്. വാപ്പാരും ഉമ്മാരും രക്ഷിതാക്കളും അവരുടെ മക്കളും ഉള്ള സദസ്സായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. 7 വയസ്സുവരെ മക്കളോട് കളിച്ചുകൊണ്ട് പെരുമാറണമെന്ന്. 7 വയസ്സുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒരു ഗ്ലാസ് വീട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുകിലെത്രയാണ്? യാ അല്ലാഹ്. ഒരു ഗ്ലാസ് നമ്മുടെ വീട്ടിൽ ഷോക്കേസിലുള്ള ഗ്ലാസ് ആയിരിക്കും, അത് മരണം വരെ എടുക്കൂല, അത് വേറെ കാര്യം അല്ലേ? ഏറ്റവും നല്ല മുന്തിയ ഗ്ലാസും അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, ജഗ്, ഇതൊക്കെ പണ്ട് കുടിരിക്കലിന് കിട്ടിയതായിരിക്കും, അതിൻ്റെ ശേഷം കിട്ടിയതും ഉണ്ടാകും. ഇങ്ങനത്തെ ഏറ്റവും ഫ്രഷ് സാധനമൊക്കെ നമ്മൾ അൽമാരക്കകത്ത് ഭദ്രമായിട്ട് വെക്കും, മരണം വരെ ഇത് തൊടൂല. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ തിരിച്ചവിടെ കൈകി വെപ്പിക്കുകയും ചെയ്യും. അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ മക്കൾ അറിയാതെ അല്ലേ ഷോക്കേസിൻ്റെ മേലെ കയറി അത് വീണ് പൊട്ടിച്ചാൽ വീട്ടിൽ പിന്നെ ഭദ്രമായിരിക്കും. ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ്.
16 വയസ്സുള്ളവൻ സുബൈ ഖലാക്കി ഉറങ്ങുകയാണെങ്കിലും ബേജാറില്ല. ആ മോന് ചായ കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചാൽ പ്രശ്നമാണ്. ഇങ്ങനെ ആവാൻ പാടില്ല. ലാഇബുഹു സബ്അൻ, 7 വയസ്സുവരെ അവരോട് കളിച്ചു പെരുമാറണമെന്നാണ്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹുമ്മ അദ്ദിബ്ഹു സബ്അൻ, പിന്നീട് വരുന്ന 7 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 14 വയസ്സ് വരെ ഞാൻ നേരത്തെ പറഞ്ഞ അദബ് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. ഇങ്ങനെ 3 ഏടുകളിലൂടെയാണ് ഒരു വാപ്പയുടെയും ഉമ്മയുടെയും തർബിയത്ത്. പിന്നീട് വരുന്ന 7 വർഷമുണ്ടല്ലോ, ആ മക്കളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് വാപ്പാക്കും ഉമ്മാക്കും മാറാൻ കഴിയുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മക്കൾ കൺകുളിർമയുള്ള മക്കളാകുമെന്ന് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അല്ലാഹുവേ അങ്ങനത്തെ മക്കളാക്കി അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ മാറ്റണേ അല്ലാ. ഈ 3 ഏഴുകൾ 7 വയസ്സ് വരെ അല്ലെ, ഒരു 7 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് മക്കളെ ഹിഫ്ലിനൊക്കെ കൊണ്ടാക്കാറ്, ഒരു 8 വയസ്സ് 9 വയസ്സിലൊക്കെ. 7 വയസ്സ് വരെ കളിച്ചുകൊണ്ടവരോട് പെരുമാറ്. പിന്നീടുള്ള സമയത്ത് അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണമെന്നതാണ്. മര്യാദകൾ, ഈ അദബുൻ എന്നത് ഞാൻ കണ്ടു ഈ പാട്ട് പാടി പഠിപ്പിക്കാന്നല്ല, ഇതെൻ്റെ വാപ്പയാണ്. ഉമ്മമാരാണെങ്കിൽ വാപ്പാരെ സംബന്ധിച്ചുകൊണ്ട് ഇത് നിൻ്റെ വാപ്പയാണ് മോനെ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പയും ഉമ്മയും സ്വാഭാവികമാണ്, ദമ്പതിമാർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് മക്കളുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊക്കെ വേറെ സൈക്കോളജിയാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഉപദേശങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ. ഭാര്യ ഭർത്താക്കന്മാർ ഉപ്പായും ഉമ്മായും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മക്കളുടെ മുന്നിൽ കാണിക്കരുത് എന്നാണ്. ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ആകെ പറഞ്ഞു കൊടുക്കും വാപ്പാൻ്റെ കുറ്റാണ്. എന്തെങ്കിലും ഫുഡിന് പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ വാപ്പ അങ്ങനെയാണ്, എൻ്റെ വാപ്പ ഇങ്ങനെയാണ്, വാപ്പാക്ക് അങ്ങനെയല്ലേ, വാപ്പ കൊണ്ടു തരുന്നാലല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മക്കളോട് ദ്വാരക്ക്, എൻ്റെ പുതിയാപ്പലിനെ പോലത്തെ ഒരു ഭർത്താവിനെ മോക്ക് ഒരു കാലത്തും കിട്ടാതിരിക്കട്ടെ. മോളെ ദ്വാരണോ ഇല്ല, ലോകത്ത് ഏത് മനുഷ്യനെ കിട്ടിയാലും പ്രശ്നമില്ല, നിൻ്റെ വാപ്പാനെ പോലത്തെ കിട്ടാണ്ടെന്നാൽ മതിയെന്ന് ഇങ്ങനെയൊക്കെ ദ്വാരക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഒരിക്കലും വാപ്പയെ സംബന്ധിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഭർത്താവാണെങ്കിലും മക്കളുടെ ഉപ്പയാണ്, അവരെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അതേപോലെ തിരിച്ചും, ഇതെൻ്റെ ഭാര്യ, നിൻ്റെ ഉമ്മമാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാര്യയാണെങ്കിലും മക്കൾക്ക് അവർ ഉമ്മയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഐക്യത്തിലാകണമെന്നാണ്. എങ്കിലേ മക്കൾ വീട്ടിൽ നല്ലോണം വളരും. അള്ളാഹു ഇതിനുള്ള തൗഫീക്ക് തരട്ടെ. അപ്പോൾ 7 വയസ്സ് വരെ കളിച്ച് പെരുമാറണം. പിന്നീടുള്ള 7 വയസ്സ് വരെ സുഫിയാനു സൗരി തങ്ങൾ പറയുന്നത് അവർ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്അല ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യ കാലഘട്ടത്തിൽ അവരോട് കളിച്ച് വളരുന്ന സമയത്ത് അള്ളാഹു റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. പിന്നീട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയങ്ങൾ നമസ്കാരത്തെ സംബന്ധിച്ചുകൊണ്ടാണ്. എത്ര പേരത് പഠിപ്പിക്കുന്നുണ്ട്? നമസ്കാരത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഒരു കർത്തവ്യം, ഒരു അനുഷ്ഠാനത്തിൽ ആദ്യം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നാണ്. അതൊക്കെ ഗൗരവത്തോടെ. പിന്നീട് വാപ്പയുടെയും ഉമ്മയുടെയും കാര്യങ്ങൾ, ഇത് നിൻ്റെ ഉമ്മയാണ്. ഉമ്മ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മകൻ കാലിൽ കയറ്റി വെച്ചിട്ട് ഫോണിൽ കളിക്കുകയാണെങ്കിൽ വാപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, മോനെ ഇത് നിൻ്റെ ഉമ്മയാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, ഉമ്മാന്റെ കാൽപാദത്തിൻ്റെ ചുവട്ടിലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം കുടികൊള്ളുക. അതുകൊണ്ട് നിന്റെ ഉമ്മാനോട് ഏറ്റവും നല്ല പോലെ പെരുമാറണേ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കടലാണ് സഹനക്കാവാണ്. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുബർഗം ഓർത്തോളി. ഉദിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളി. ആ ഉമ്മാനെ കുറിച്ചുകൊണ്ട് നല്ല പോലെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്.
അത് നിന്റെ ഉമ്മയാണ്. ഉമ്മാനെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ മോനെ എന്ന് വാപ്പയാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. വാപ്പ അങ്ങാടിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോനെ നിന്റെ വാപ്പയാണ്. ഉപ്പ വരുമ്പോൾ സോഫമൽ ഇരിക്കല്ല മോനെ, അത് നിന്റെ വാപ്പയാടാ എന്ന് പറഞ്ഞിട്ട് വാപ്പാനെ എഴുന്നേറ്റ് കൈപിടിച്ചൊരു മുത്തം വെക്കാൻ മക്കളോട് ഉമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതാണ് അദ്ദിബുഹു സുമ്മ അദ്ദിബുഹു സബഅൻ, പിന്നീട് 14 വയസ്സ് വരെ അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ എത്രത്തോളം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആർഭാടമായി ജീവിക്കാം, എങ്ങനെയൊക്കെ വീട് മോഞ്ചു കൂട്ടാം, എങ്ങനെ നല്ല വാഹനങ്ങൾ മേടിക്കാം, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. എന്നാൽ മക്കളെ നന്നാക്കി കഴിഞ്ഞാൽ, മക്കൾ കൺകുളിർമ മക്കളായാൽ അത് നശിക്കാത്ത വസ്തുവാണ്. ദുനിയവിയും മുഖ്റവിയുമായ എല്ലാ ഖൈറുകളും അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ നൽകണേ അല്ലാ.